ശ്രീ ഷിജു ഖാൻ, ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് ഇക്കാര്യങ്ങളാണ്. അല്പസമയം മുമ്പുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ചാണകവെള്ളം തളിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അവിടെ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസ് തമ്മിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. നോക്കൂ, നേരത്തെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ തേക്കിൻകാട് മൈതാനിയിൽ ആ മരത്തിൻ്റെ ചില്ല ഒരൽപ്പം വെട്ടിമാറ്റാൻ നോക്കിയപ്പോൾ ശിവന്റെ ജടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം തീർത്തവരാണ് അവിടെ കാട് മുഴുവൻ വെട്ടിത്തെളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവർക്ക് എന്തുമാകാം, മറ്റാർക്കും ഒന്നും പാടില്ല എന്നുള്ള ഒരു വരേണ്യ മനസ്ഥിതി യഥാർത്ഥത്തിൽ ആർക്കാണ്? ഇതിൽ വളരെ ഗൗരവത്തോടുകൂടി നാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടും ദളിതരോടും ജനാധിപത്യവാദികളോടുമൊക്കെ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. പിന്നെ ഇപ്പോൾ വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിനെ ഒറ്റ രാത്രി കൊണ്ടാണ് പിറ്റേന്ന് പുലർച്ചെ തീരുമാനമെടുത്ത് ജമ്മു കാശ്മീരിനെ വിഭജിക്കുകയാണ്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുകയാണ്. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവധാനതയില്ലാതെ വളരെ പെട്ടെന്ന് ജമ്മു കാശ്മീരിനെ വിഭജിച്ചവരാണ് ഇവർ. എന്നാൽ വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിലോ മണ്ഡല പുനർനിർണയത്തിന് ശേഷം സെൻസസിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നടപ്പിലാകാൻ പോകുന്നത്. ഇതിൻ്റെ വ്യവസ്ഥകളുടെ ഭാഗമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. സെൻസസ്, അതായത് 2021 സെൻസസ് 2011 ശേഷം നടന്നിട്ടില്ല. അത് നടക്കാൻ പോകുന്നത് എപ്പോഴാണ്? പാർലമെൻറ്റ് ഇലക്ഷനെല്ലാം ശേഷം. മണ്ഡല പുനർനിർണയം, ഭരണഘടനാ ഭേദഗതികളടക്കം ഇനിയും നടക്കാനുണ്ട്. അപ്പോൾ അതിനെല്ലാം ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വനിതാ സംവരണ ബില്ല് ഇവിടെ നടപ്പിലാക്കാൻ ഇവർ തീരുമാനിക്കുന്നത്. ഒരു രാത്രി വെളുത്ത് പിറ്റേന്ന് പ്രഭാതം ഉദിച്ചപ്പോൾ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ വെട്ടി വിഭജിച്ച് കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കാൻ ഒരു മടിയും കാട്ടാത്തവർ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കുന്നത് എപ്പോഴാണ്? വർഷങ്ങൾക്ക് ശേഷം, മണ്ഡല പുനർനിർണയത്തിന് ശേഷം, ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം, അതോടൊപ്പം സെൻസസിന് ശേഷം. എപ്പോഴാണ് സെൻസസ് നടക്കുക? 2021 സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. അത് 2025 നടക്കുമോ 2026 നടക്കുമോ? ആ സെൻസസ് നടന്ന് തീർക്കാൻ എത്ര കാലം വേണം? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഈ വനിതാ സംവരണ ബില്ലിനോടൊക്കെയുള്ള ബി ജെ പിയുടെ മനോഭാവം 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അല്ലാതെ മറ്റേത് താല്പര്യമാണ് ഇവർക്കുള്ളത് ഇക്കാര്യത്തിൽ? പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നേരത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ദുസൂചനകളോടുകൂടി അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രി സംസാരിച്ചത്. പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്താം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം. പക്ഷേ നിങ്ങൾ ഈ കേരളത്തോട് നൽകേണ്ട ചില ഉത്തരങ്ങളുണ്ട്. ബി ജെ പിയുടെ പ്രതിനിധി മറന്നുപോകരുത്. ഇപ്പോൾ ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ശിവശങ്കർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അല്ല. ശിവശങ്കർ CPIM തീരുമാനമെടുത്ത് നിയോഗിച്ച ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അല്ല. ഒരു IAS ഓഫീസറാണ്. ബി ജെ പിയുടെ പ്രതിനിധി തന്നെ പറഞ്ഞു, സീനിയർ IAS ഓഫീസറാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും നിരവധി പദവികൾ വഹിച്ച ആളാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തും പ്രധാനപ്പെട്ട മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തയാളാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗിക ഉത്തരവാദിത്വത്തിൽ ഉണ്ടായിരുന്നു. ഒരു വിവാദം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ ഗവൺമെൻറ് അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചു. ആ നടപടിക്ക് ശേഷമോ അതിനു മുമ്പോ ശിവശങ്കറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ ഒരു ന്യായീകരണത്തിനും ഞങ്ങൾ ആരും വന്നിട്ടില്ല. കാരണം രാഷ്ട്രീയമായ ഒരു വിഷയമോ രാഷ്ട്രീയമായി മറുപടി പറയേണ്ടതായ ഒരു കാര്യമോ അല്ല. ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാം. IAS ഓഫീസർ എന്ന നിലയിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും അതോടൊപ്പം ബന്ധപ്പെട്ട വകുപ്പുകൾക്കുമൊക്കെ അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അത് CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമല്ല.
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. BJPയുടെ പ്രതിനിധി മറന്നുപോകരുത്. സാമൂഹ്യമായി മറവി അത്ര നല്ല കാര്യമല്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയ ആരോപണം എന്തൊക്കെയാണ് ഉന്നയിച്ചത്? രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത് 2 മന്ത്രിമാർക്ക് കേരളത്തിന് പുറത്ത് അനധികൃത സ്വത്ത് ഉണ്ടെന്നും അതൊക്കെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയെന്നും പറഞ്ഞല്ലോ. എവിടെ അതിൻ്റെ തെളിവ്? എവിടെ? പിന്നെ സർവ്വരഹസ്യങ്ങളും അറിയുന്ന UAEയുടെ കോൺസുലേറ്റ് ജനറലും അവരുടെ അക്കൗണ്ടന്റും ഒക്കെ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസിയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ വിദേശത്തേക്ക് പോയി? ഈ UAEയുടെ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത് വില്ലേജ് ഓഫീസറുടെ കീഴിലാണോ? ജില്ലാ കളക്ടറുടെ കീഴിലാണോ? സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലാണോ? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ രാജ്യത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമാണ്. അതിന് കീഴിലാണ് കോൺസുലേറ്റുകൾ, അതിന് കീഴിലാണ് എംബസികൾ, അതിന് കീഴിലാണ് വിദേശ നയതന്ത്ര കാര്യാലയങ്ങൾ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ബന്ധമുള്ള ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളെ രാജ്യം വിടാൻ ആരാ സഹായിച്ചത്? നരേന്ദ്രമോദിക്കും വിദേശകാര്യ മന്ത്രിക്കും വിദേശകാര്യ വകുപ്പിനും ഒന്നും ഇതിലൊരു ബന്ധവുമില്ലേ? ഇവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ലേ? BJPയുടെ പ്രതിനിധി ഉത്തരം പറയണം. ഇവിടെ കോൺസുലേറ്റ് ജില്ലാ കളക്ടറുടെ കീഴിലാണോ? കോൺസുലേറ്റ് താലൂക്ക് ഓഫീസറുടെ കീഴിലാണോ? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണോ? ഈ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ പരിധിയിലാണ്. BJP നേതാവ് മറന്നുപോകരുത്. പിന്നെ സ്വർണ്ണക്കടത്ത് നിരവധി തവണ നടന്നത് എവിടെയാണ്? ആ സ്വർണ്ണക്കടത്ത് നടന്നത് KSRTC ബസ് സ്റ്റാൻഡിലാണോ? ആ സ്വർണ്ണക്കടത്ത് നടന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണോ? ആ സ്വർണ്ണക്കടത്ത് നടന്നത് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലെ ഏതെങ്കിലും സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണോ? അല്ല, എയർപോർട്ടിലാണ്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരാ? കേന്ദ്ര ഗവൺമെന്റാണ് ഉത്തരവാദിത്വം. അവിടെ കാവൽ നിൽക്കുന്നത് ആരാ? CISF ആണ്. അതിന്റെ ഉത്തരവാദിത്വം ആരാ? കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇത് കണ്ടുപിടിക്കേണ്ടത് ആരാ? കസ്റ്റംസ് ആണ്. കസ്റ്റംസിന് ആര് നേതൃത്വം നൽകുന്നു? കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പോൾ കസ്റ്റംസ് കാവൽ നിൽക്കുന്ന, CISF കാവൽ നിൽക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിലെ ഒരു എയർപോർട്ടിൽ ഇത്ര വലിയ സ്വർണ്ണത്തട്ടിപ്പ് നടന്നിട്ട് അതെല്ലാം കൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിൽ നിങ്ങൾ എങ്ങനെ വെക്കും? നിങ്ങളുടെ 5 ഏജൻസികൾ അന്വേഷിച്ചല്ലോ. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, NIA, ഇനി ആരോ 5 ഏജൻസി അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രിക്കോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിൽ ആർക്കെങ്കിലും എതിരെയോ തെളിവ് കണ്ടെത്തിയോ? എങ്കിൽ പറയട്ടെ. പ്രധാനമന്ത്രിയുടെ കയ്യിൽ തെളിവുണ്ടോ? എങ്കിൽ പറയട്ടെ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ചാനലുകൾക്കും പത്രങ്ങൾക്കുമൊക്കെ ഏതെങ്കിലും തെറ്റായ വാർത്തകൾ ലീക്ക് ചെയ്ത് കൊടുക്കുന്നതിനപ്പുറം എന്ത് തെളിവുണ്ട്? ഒരു തെളിവുമില്ല. പിന്നെ ഒരു കാര്യം, കേരളത്തിലെ ബഹുമാന്യനായ KT ജലീലിനെതിരെ എന്തൊക്കെ ആക്ഷേപം ഉന്നയിച്ചു? ആ ആക്ഷേപങ്ങൾ എവിടെ? ചില ചാനലുകൾ പറഞ്ഞത് രാവിലെ അദ്ദേഹത്തിനെതിരായി ഇതാ തെളിവുകൾ കണ്ടെത്തി, ഇതാ പിടിക്കുന്നു, ജയിലിൽ അടയ്ക്കുന്നു. KT ജലീലിനെ ഏതെങ്കിലും ജയിലിൽ അടച്ചോ? അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തെളിവ് കണ്ടെത്തിയോ? സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനെതിരെ എത്ര ദിവസം നട്ടാൽ കുരിക്കാത്ത നുണകൾ പറഞ്ഞു? എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പോൾ KT ജലീലിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ശ്രീരാമകൃഷ്ണനെതിരെ ദിവസങ്ങളോളം നടത്തിയ അധര വ്യായാമം ചാനലുകളിലും BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ നടത്തിയ അധര വ്യായാമം അല്ലാതെ എന്തുണ്ട്? ഒരു തെളിവുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ രാഷ്ട്രീയ നേതൃത്വത്തെയോ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുമില്ല. അത് ഈ രാജ്യം ചർച്ച ചെയ്തല്ലോ. അതുകൊണ്ടല്ലേ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ഒക്കെ നല്ല വിജയം ഇടതുപക്ഷത്തിന് കിട്ടിയത്. അപ്പോൾ ഇക്കാര്യം നല്ല ഓർമ്മ BJPക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്.